പെനീസിൽ എന്തെങ്കിലും ഒരു ട്രോമ വരുന്നു, ഒരു ഇഞ്ചുറി വരുന്നു, അതിന്റെ ഫലമായിട്ട് കർവേച്ചർ വരാം. പിന്നെ അകത്തുള്ള ടിഷ്യൂസ് കട്ടിപിടിച്ച് ഫൈബ്രോട്ടിക് ആവുന്ന ഒരു അവസ്ഥയുണ്ട്, ആ അവസ്ഥയിൽ വരാം. അതിന്റെ ഒരു എക്സാമ്പിളാണ് പെയറോണീസ് ഡിസീസ് എന്ന് പറയുന്നത്. ഒരുപാട് പേർക്കുള്ള ഒരു സംഗതിയാണ് പെയറോണീസ് ഡിസീസ്. ഈ പെയറോണീസ് ഡിസീസ് വരുമ്പോൾ ലിംഗത്തിനകത്തുള്ള കോശങ്ങൾ കട്ടിപിടിച്ച് കല്ലുപോലായി തീർന്നിട്ട് ഫൈബ്രോട്ടിക് ഒരു ചകിരി പോലെയാവും. ആ ഭാഗത്ത് ഇതെല്ലാം കൂടി ഇങ്ങനെ കട്ടിക്കിരിക്കുമ്പോൾ ലിംഗം ഒരു വശത്തേക്ക് വളഞ്ഞു പോകാറുണ്ട്, ഏതെങ്കിലും ഒരു വശത്തേക്ക് വളവ് വരും. ധരിക്കുന്ന സമയത്ത് അവർക്ക് വേദന അനുഭവപ്പെടും. വേദന, വളവ് ഉദാഹരണ സമയത്ത് ദൃശ്യമാണ്. ഒപ്പം ഉദ്ധരിക്കുന്ന സമയത്ത് വേദന വരാം. കൈകൊണ്ട് ഇങ്ങനെ സ്പർശിച്ച് നോക്കിക്കഴിഞ്ഞാൽ അകത്ത് ഹാർഡായിട്ടുള്ള ഒരു ഏരിയ, കട്ടിപ്പുള്ള ഒരു ഏരിയ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് പെയറോണീസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ആ അസുഖത്തിനൊക്കെ തന്നെ ചികിത്സ ഉണ്ട്. ചികിത്സ ഓരോ വ്യക്തിയുടെയും അവസ്ഥ നോക്കിയിട്ട്, ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ അധികം ആക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണ്ടി വരില്ല. ചില പെയറോണീസ് പ്ലേക്കുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കല്ലിപ്പ് ഉരുകി അതങ്ങ് നോർമലായി വരും, കട്ടിപ്പങ്ങ് മാറിക്കിട്ടും. കട്ടിപ്പ് മാറിക്കിട്ടുന്നതോടെ കർവേച്ചറും ഒരു പരിധിവരെ മാറിക്കിട്ടാറുണ്ട്. ഇനി ഈ പെയറോണീസ് ഡിസീസ് ഒക്കെ വരുന്നവർക്ക് ഉദാഹരണവും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉദാഹരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു സിവിയർ കർവേച്ചർ ആണെങ്കിൽ ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് ആ കല്ലിപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഇംപ്ലാന്റ് ഒക്കെ വെക്കേണ്ടതായ സിറ്റുവേഷൻ വരാം. അത് ശരി. ഈ കർവേച്ചറിനും ഒരു പരിഹാരമാണോ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്? അല്ല, കർവേച്ചറിനുള്ള പരിഹാരം മാത്രമല്ല, കർവേച്ചറിന്റെ പരിഹാരമല്ലത്. അത് കർവേച്ചർ വരുമ്പോൾ ഈ വളരെ ഡീപ്പായിട്ടുള്ള ഒരു കർവേച്ചർ ആണ് എങ്കിൽ, ഉള്ളിലേക്ക് കോർപ്പസ് ക്യാവർനോസത്തെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്ന ഒരു കർവേച്ചർ ആണെങ്കിൽ സർജറിയുടെ സമയത്ത് ഉദാഹരണം കൂടെ നഷ്ടപ്പെടുത്തും. അത് മാത്രമല്ല, പെയറോണീസ് ഡിസീസ് വന്നു കഴിഞ്ഞാൽ അനുബന്ധമായിട്ട് ഉദാഹരണക്കുറവ് വരും. അപ്പൊ കർവേച്ചർ മാത്രമല്ല, അവിടെ ഉദാഹരണക്കുറവ് കൂടെ വരും. ആ ഉദാഹരണക്കുറവിനും കൂടെയുള്ള പരിഹാരമായിട്ടാണ് ഇംപ്ലാന്റ് അവിടെ വയ്ക്കുന്നത്. അത് എല്ലാ കേസുകളിലും ആവശ്യമില്ല. അത് റെയറായിട്ട് ചില കേസുകളിൽ ആവശ്യമുള്ള ഏതാണെന്നുള്ളത് പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു കട്ടിപ്പാണുള്ളതെങ്കിൽ അതെടുത്ത് കളയുമ്പോൾ ഇത് വരണമെന്ന് നിർബന്ധമില്ല. ഡീപ്പായിട്ടുള്ള ഒരു കാൽസിഫിക്കേഷനോ അല്ലെങ്കിൽ ഫൈബ്രോട്ടിക് ടിഷ്യൂസോ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയുമ്പോൾ ഉദാഹരണം കൂടെ ബാധിക്കാനുള്ള സാധ്യതയാണ്. അപ്പൊ അതെല്ലാം നോക്കിയതിന് ശേഷം, അതിന് വേണ്ട പരിശോധനകൾ ചെയ്തതിന് ശേഷം, എല്ലാ കാര്യങ്ങളും രോഗിയോട് കൃത്യമായി പറഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരം ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാവൂ. ഓക്കെ. ഈ കർവേച്ചർ പെനിസ് അപ്പൊ ഒരു രോഗിക്ക് സ്വയം ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഉദ്ധരിച്ചിരിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് അല്ല, അത് എങ്ങോട്ടേലും വളഞ്ഞിരിക്കുന്ന അവസ്ഥ. വളവുണ്ട്, ഡീവിയേഷൻ ഉണ്ട്. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വശത്തേക്ക് ചരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ. ചരിവിനൊന്നും ഒരു പക്ഷേ ട്രീറ്റ്മെന്റ് വേണ്ടി വരില്ല. വളവ് നോക്കിങ്ങനെ ദൃശ്യമാണ്, ഒരു വളവ് ദൃശ്യമാണ്. എങ്ങനെയാണ് വളഞ്ഞിരിക്കുന്നത്? ഒരു കമ്പ് വളഞ്ഞിരിക്കുന്നത് പോലെ, അല്ലെ ഒരു ചോറിലെടുത്ത് വളച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞുള്ള വളവുണ്ട്. ആ വളവിന്റെ ഡിഗ്രിക്കാണ് ഏറ്റക്കുറച്ചിൽ വരുന്നത്. ആ വളവ് എങ്ങോട്ട്, ഏത് സൈഡിലേക്കും ആകാം. ഒപ്പം ചില വളവുകൾ പിരിഞ്ഞും കൂടി ഇരിക്കും. ഇത്തരം കണ്ടീഷനിലൊക്കെ കറക്ഷൻ വേണം. അത് പെർഫെക്റ്റ് ആയിട്ട് സർജിക്കൽ കറക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അത് വന്ന് പരിശോധിച്ചതിന് ശേഷം ഡോക്ടേഴ്സ് കൃത്യമായിട്ട് അതിന്റെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ, കറക്റ്റ് ചെയ്താൽ വരാവുന്ന ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോംപ്ലിക്കേഷൻ എന്താണ് വരാൻ സാധ്യതയുള്ള, ഉദാഹരണം നഷ്ടപ്പെടുന്നതാണെങ്കിൽ ഇംപ്ലാന്റ് വയ്ക്കേണ്ടതുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. ഇത് മിക്ക കർവേച്ചറുകളിൽ ഇറക്ഷൻ പോകേണ്ട, കൺജനിറ്റൽ കർവേച്ചേഴ്സിലൊന്നും ഇറക്ഷൻ പോകേണ്ട കാര്യമില്ല. പെയറോണീസ് ഡിസീസ് പോലുള്ള കേസുകളിലാണ് ഉദാഹരണത്തിന് ഇംപ്ലാന്റ് ഒക്കെ വെക്കേണ്ടി വരും.